ഹലോ, വെൽക്കം ടു സജീസ് ഇന്നോവേഷൻസ്. ഇതേ കിച്ചണിലാണ്. കിച്ചണിൽ നിന്നുകൊണ്ട് ഒരു ഹെൽത്ത് എഡ്യൂക്കേഷൻ വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാട്ടോ. അപ്പോൾ എൻ്റെ കിച്ചൺ വീഡിയോസ് അല്ലെങ്കിൽ കുക്കിംഗ് വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം, കിച്ചണിൽ ഈ ഭാഗത്തൊരു സാധനം ഉണ്ടായിരുന്നു, ഞങ്ങളുടെ ഓവൻ. മൈക്രോവേവ് ഓവൻ ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ അത് റീപ്ലേസ് ചെയ്തിട്ട് വേറൊരു സാധനം കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാമെന്ന് എന്താണ് ഈ സാധനം, ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, പിന്നെ ഇതിലൊരു സാധനം കുക്ക് ചെയ്ത് ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കുകയും ചെയ്യാം. സോ ഇതൊക്കെ അറിയണമെന്ന് താല്പര്യമുള്ളവർ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണട്ടോ. അപ്പോൾ ഈ സാധനം എന്താണെന്ന് ചോദിച്ചാൽ കുറച്ചധികം പേർക്ക് അറിയായിരിക്കും. വളരെ കോമൺ ആയിട്ട് ഇപ്പോൾ വളരെ ട്രെൻഡിങ് ആയിട്ട് വന്നിരിക്കുന്ന സാധനമാണ് എയർ ഫ്രയർ എന്നാണ് ഇതിൻ്റെ പേര്. മിക്കവാറും ഇപ്പോൾ ഓവനെ റീപ്ലേസ് ചെയ്തിട്ട് പല വീടുകളുടെയും കിച്ചൺ കൈയടക്കിക്കൊണ്ടിരിക്കുന്ന സാധനമാണ് നമ്മുടെ ഈ എയർ ഫ്രയറിൻ്റെ ഒരു സാധനം. ഇതിൻ്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇതിൽ എയർ കൊണ്ട്, ഹോട്ട് എയർ കൊണ്ടാണ് ആഹാരം കുക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്, ഇത് ഉപയോഗിച്ച് കുക്ക് ചെയ്യുകയാണെങ്കിൽ എണ്ണയോ കൊഴുപ്പോ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുന്ന പല സാധനങ്ങളും അല്പം പോലും എണ്ണയോ കൊഴുപ്പോ ഉപയോഗിക്കാതെ നമുക്കിതിൽ വളരെ ഹെൽത്തി ആയിട്ട് കുക്ക് ചെയ്തെടുക്കാം എന്നുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ശരിക്കും പറഞ്ഞാൽ ഇത് ഞങ്ങളുടെ വീട്ടിലെ രണ്ടാമത്തെ എയർ ഫ്രയറാണ്. നേരത്തെ ഒരു എയർ ഫ്രയർ ഞങ്ങൾ ഉപയോഗിച്ചിരുന്നത് കുറച്ച് സ്മോൾ സൈസായിരുന്നു. അപ്പോൾ അത് കേടായി, കയ്യിൽ നിന്ന് പൊട്ടിപ്പോയിട്ടോ, മോൻ്റെ കയ്യിൽ നിന്ന് വീണതാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടാമതൊരെണ്ണം വാങ്ങി, അത്യാവശ്യം വലിയ സൈസുള്ള വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിൻ്റെ പ്രധാന ഭാഗങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒരു ഹീറ്റിംഗ് എലിമെൻ്റ് ഉണ്ടാവും. ഒരു ഹീറ്റിംഗ് എലിമെൻറ്റും അതുകൂടാതെ ഒരു പവർഫുൾ കൺവെക്ഷൻ ഫാനും ഉണ്ടാവും. ഹീറ്റിംഗ് എലിമെൻറ്റ് ഞാൻ കാണിച്ചു തരാം. ഇതിവിടെ തുറക്കുമ്പോൾ ഇതിനകത്ത് ഉള്ളിലായിട്ട് കാണാൻ പറ്റും. ഇത് കണ്ടോ, ഒരു സ്പൈറൽ ടൈപ്പിൽ ഇരിക്കുന്നല്ലേ, ഇതാണ് ഇതിൻ്റെ ഹീറ്റിംഗ് എലിമെൻ്റ് എന്ന് പറഞ്ഞ സാധനം. കണ്ടല്ലോ, അതിൻ്റെ ഉള്ളിലൊരു ഫാനും ഉണ്ടാവും. അപ്പോൾ നമ്മളിത് സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഹീറ്റിംഗ് എലിമെൻറ്റ് ചൂടാവും. ഹീറ്റിംഗ് എലിമെൻറ്റ് ചൂടാകുമ്പോൾ ഇതിൻ്റെ ഫാൻ വർക്ക് ചെയ്യും. ഫാൻ വർക്ക് ചെയ്യുമ്പോൾ ആ ഹോട്ട് എയർ ഈ കുക്കിംഗ് ചാമ്പറിന് മൊത്തം ഇങ്ങനെ ചുറ്റും. ഈ കുക്കിംഗ് ചാമ്പറിൽ മൊത്തം ആ ഹോട്ട് എയർ ചുറ്റിയിട്ടാണ് ആഹാരം നമുക്ക് കുക്ക് ചെയ്ത് കിട്ടുന്നത്. ഇനി ഇതിൻ്റെ ഉള്ളിൽ പ്രധാനമായിട്ടും ഒരു പെർഫറേറ്റഡ് ബാസ്ക്കറ്റ് ഉണ്ടാവും. ഞാൻ കാണിച്ചു തരാം. ഇതാണ് പെർഫറേഷൻസ് ഉള്ളൊരു ബാസ്ക്കറ്റ് ഉണ്ടോ. ഇതിൽ ഇങ്ങനൊരു ട്രേ നമുക്ക് ഇളക്കിയെടുക്കാം. അപ്പോൾ ഈ പെർഫറേഷൻസ് അല്ലെങ്കിൽ ഈ സുഷിരങ്ങൾ ഉള്ളത് കാരണം ഇതിനകത്തൂടെ ഹോട്ട് എയറിന് സുഗമമായിട്ട് സഞ്ചരിക്കാൻ പറ്റും. അപ്പോൾ ഒന്നുകിൽ ഇതിങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ പുറത്ത് ആഹാരം വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൽ ഈ ഹോൾസ് ഉള്ളത് കാരണം ഇതിനകത്തോട്ടൊക്കെ ഈ ഫാറ്റൊക്കെ ഉരുകി ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. അത് ക്ലീൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കൂടെ ഇങ്ങനെ സിലിക്കൺ ട്രേസ് മേടിക്കാൻ കിട്ടും കേട്ടോ. ഇതിനെ സിലിക്കൺ ട്രേസ് എന്താ പറയുക, ഇതിൽ വെച്ച് നമ്മൾ ആഹാരം കുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് ക്ലീൻ ചെയ്യാൻ ഭയങ്കര ഈസി ആയിരിക്കും. അതങ്ങനെ ചീത്തയാവുകയില്ല കേട്ടോ. ഇത് ഇതിനുള്ളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. ഇതിങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ പുറത്ത് നമുക്ക് വെച്ചിട്ട് ആഹാരം കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇനി എണ്ണ ഒട്ടും വേണ്ട എന്ന് ഞാൻ പറയുമ്പോഴും വേണമെങ്കിൽ ഒരു പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടി നമുക്ക് എണ്ണ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം അതിലേക്ക്. അങ്ങനെയാണെങ്കിൽ പോലും വളരെ കുറച്ച് എണ്ണ മതി കേട്ടോ. ഞങ്ങളുടെ അധികവും എണ്ണയൊന്നും യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഇനി എണ്ണ യൂസ് ചെയ്യണം എന്നുള്ളവർക്ക് ഇങ്ങനൊരു ഓയിൽ സ്പ്രേയറോട് മേടിച്ച് വെക്കുക. ഈ ഓയിൽ സ്പ്രേയർ കൊണ്ട് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ. ഈ സിലിക്കൺ ട്രേയുടെയും ഈ ഓയിൽ സ്പ്രേയറിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ കൊടുത്തിരിക്കാം, വേണമെന്നുള്ളവർ ചെക്ക് ചെയ്തിട്ടൊന്ന് മേടിച്ചോളൂ കേട്ടോ. ഇനി നമുക്ക് ഈ എയർ ഫ്രയർ ഉപയോഗിച്ച് നമ്മൾ ഫുഡ് കുക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നേരത്തെ ഞാൻ പറഞ്ഞത് ഹോട്ട് എയർ കൊണ്ടാണ് ആഹാരം കുക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഡീപ്പ് ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണയുടെ അളവ് പരമാവധി നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ എണ്ണയിൽ വറുത്തെടുക്കുന്ന ആഹാര പദാർത്ഥങ്ങളെ അപേക്ഷിച്ച് 80% വരെ കാലറിയും ഫാറ്റും ഒക്കെ കുറയ്ക്കാൻ എയർ ഫ്രയർ സഹായിക്കും. ഇനി ഈ എയർ ഫ്രയർ ഉപയോഗിച്ചുള്ള കുക്കിംഗ് വളരെ പെട്ടെന്ന് ചെയ്യുന്നത് കാരണം മറ്റു മാർഗ്ഗങ്ങൾ ഉപയോഗിച്ച് നമ്മൾ കുക്ക് ചെയ്യുന്നതിനെ അപേക്ഷിച്ച് വിറ്റാമിനുകളും ധാതുക്കളും സംരക്ഷിക്കപ്പെടും. വേറൊരു കാര്യം നമ്മൾ കേട്ടിട്ടുള്ളത്, നമ്മുടെ പൊട്ടറ്റോ അല്ലേ, ഉരുളക്കിഴങ്ങ്, പിന്നെ ബ്രെഡ്, ഇതുപോലത്തെ സാധനങ്ങൾ നമ്മൾ ഡീപ്പ് ഫ്രൈ ചെയ്യുകയാണെങ്കിൽ അതിൽ അക്രിലമൈഡ് എന്നൊരു വിഷവസ്തു ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ഇത് ക്യാൻസർ പോലെയുള്ള പല പ്രശ്നങ്ങൾക്കും കാരണമായേക്കാമെന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. എന്നാൽ എയർ ഫ്രയറിൽ വളരെ ക്യുക്കായിട്ട് കുക്കിംഗ് നടക്കുന്ന കാരണം അക്രിലമൈഡ് ഉണ്ടാകാനുള്ള ചാൻസ് കമ്പാരിറ്റീവ്ലി കുറവാണ് കേട്ടോ. ഇനി ഇതിൻ്റെ മറ്റൊരു കൺവീനിയൻസ് എന്താണെന്ന് പറഞ്ഞാൽ, ഫ്രൈ ചെയ്യാൻ മാത്രമല്ല ബേക്ക് ചെയ്യാനും ഗ്രിൽ ചെയ്യാനും നമ്മുടെ ആഹാര പദാർത്ഥങ്ങൾ ചൂടാക്കി എടുക്കാനും ഒക്കെ തന്നെ നമ്മുടെ ഓവൻ പോലെ തന്നെ യൂസ്ഫുള്ളാണ് ഈ എയർ ഫ്രയർ. ഇനി ഇത് ക്ലോസ്ഡ് ആയതുകൊണ്ട് നമ്മൾ ചൂടാക്കുന്ന സമയത്ത് ഈ മസാലയൊക്കെ പൊട്ടിത്തെറിച്ച് അല്ല പൊട്ടലും ചീറ്റലും ഉണ്ടാക്കി അങ്ങനെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇതുകൊണ്ട് ഒഴിവാക്കി എടുക്കാൻ പറ്റും കേട്ടോ. ഇനി ഫുഡിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല ക്രിസ്പി ടെക്സ്ചർ ആയിരിക്കും. പിന്നെ ഓയിൽ ഉപയോഗിക്കാത്ത കാരണം ആഹാരത്തിൻ്റെ യഥാർത്ഥ രുചി നമുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ. ഇനി ചെറിയ പോർഷനൊക്കെ ആഹാരം നമുക്ക് കുക്ക് ചെയ്യണമെങ്കിൽ നമ്മുടെ ഓവനെ അപേക്ഷിച്ച് ഇലക്ട്രിസിറ്റിയും വളരെ കുറച്ച് മതി. അങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉള്ള സാധനമാണ് നമ്മുടെ ഈ എയർ ഫ്രയർ. ഇത് പല വിലയിൽ പല രൂപത്തിൽ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഏകദേശം 2 ലിറ്റർ മുതൽ മേളിലേക്ക് പല കപ്പാസിറ്റിയിൽ അവൈലബിൾ ആണ്. ഇത് ഞങ്ങൾ വാങ്ങിച്ചിരിക്കുന്നത് 6.2 ലിറ്റേഴ്സിൻ്റെയാണ്. ഇതിനൊരു പ്രത്യേകത, അതിൽ ഉപയോഗിക്കുന്ന ടെക്നോളജി റാപ്പിഡ് എയർ ടെക്നോളജി എന്നൊരു ടെക്നോളജിയാണ്.
ഈ റാപ്പിഡ് എയർ ടെക്നോളജി ഉള്ളത് കാരണം ഗുണം എന്താ വെച്ചാൽ നമ്മൾ ആഹാരം ഇതിലേക്ക് വെച്ചാൽ ഇടയ്ക്ക് മറിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ശരിക്കും ഈ റാപ്പിഡ് എയർ ടെക്നോളജി കാരണം ആഹാരം നന്നായിട്ട് കുക്ക് ആയിക്കോളും. ഇനി ഈ ടെക്നോളജി ഇല്ലാത്ത എയർ ഫ്രയർ ഉപയോഗിക്കുന്നെങ്കിൽ നിങ്ങളൊരു ഹാഫ് ടൈം ആകുമ്പോൾ ആഹാരം ഒന്ന് തിരിച്ചു വെച്ച് കൊടുക്കേണ്ടി വരും. അങ്ങനത്തെ വ്യത്യാസം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുന്നു. സ്വിച്ച് ഓൺ ചെയ്തതിന് ശേഷം ഇവിടെ ഒരു ഓൺ ഓഫ് ബട്ടൺ ഉണ്ട്, ഇത് ഞെക്കിയൊന്ന് ഓൺ ചെയ്യാം. ഓണായി. ഇതിനൊരു പ്രത്യേകത ഉണ്ടോ, ഇതൊരു സീ ത്രൂ ആണ്. ശരിക്കും ഉള്ളിലിരിക്കുന്ന ആഹാരം ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു അവസ്ഥയിലുള്ളത് കണ്ടല്ലോ. കുക്ക് ചെയ്യാൻ നമുക്ക് കാണാൻ പറ്റും. എല്ലാ എയർ ഫ്രയറിലും ഈ ഒരു ഓപ്ഷൻ അവൈലബിൾ അല്ല കേട്ടോ. ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ നോക്കി മേടിക്കണം നമ്മൾ മേടിക്കുമ്പോൾ. അപ്പോൾ നമ്മൾ ഓവനിൽ കുക്ക് ചെയ്യുന്ന പോലെ തന്നെ ആദ്യം ഇതൊന്ന് പ്രീ ഹീറ്റ് ചെയ്യണം. ഒരു പ്രീ ഹീറ്റ് ചെയ്യാൻ വളരെ കുറച്ച് സമയം അതിനൊരു പ്രത്യേകത കൂടെ ഉണ്ട്. ഇവിടെ ഒരു ടെമ്പറേച്ചറിൻ്റെ സാധനം വെച്ചിട്ടുണ്ട്. അതൊന്ന് ഞെക്കുമ്പോഴത്തേക്ക് ഇത് 180 എന്ന് വന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് ടെമ്പറേച്ചർ വേണമെങ്കിൽ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇവിടെ ഉണ്ടോ, ഇവിടെ 185, 190. ഞാൻ 190 ആക്കി വെച്ചിട്ടുണ്ട്. അതിലിവിടെ ടൈമർ ഉണ്ട്. ഈ ടൈമർ ഒന്ന് ഓൺ ചെയ്യുക. ടൈമർ ഓൺ ചെയ്തിട്ട് നമുക്ക് എത്ര സമയം ഒന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതും അപ്പും ഡൗണും വെച്ചിട്ടുണ്ട്. ഇത് ഡൗൺ ചെയ്തിട്ട് ഇത് നമ്മൾ ഒന്നും കൂടെ പ്ലേ കൊടുത്തു കഴിഞ്ഞാൽ ഇത് പ്രീ ഹീറ്റ് ആയി തുടങ്ങും. അപ്പോൾ ഇതൊരു 5 മിനിറ്റ് ഹീറ്റ് ആയാൽ മതി. അതിനുശേഷം നമുക്കൊരു സാധനം കുക്ക് ചെയ്ത് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇത് പ്രീ ഹീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു 7 സെക്കൻഡ്സും കൂടി ഉണ്ട്. കൗണ്ട് ഡൗൺ വന്നിരിക്കുകയാണ്. അപ്പോൾ അത് സ്റ്റോപ്പായി കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇത് പുറത്തേക്ക് എടുക്കുക. വെച്ചിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫ്രഞ്ച് ഫ്രൈസ് ആട്ടോ. വളരെ ഈസി ആയിട്ട് ഇവിടെ ഇടയ്ക്കിടെ മക്കളുണ്ടാക്കുന്ന ഒരു സാധനമാണ്. എപ്പോഴും കേട്ടോ, വല്ലപ്പോഴും ഉള്ളൂ. ഇങ്ങനെ റെഡി ടു കുക്ക് വാങ്ങാൻ കിട്ടും. അങ്ങനെ ഞങ്ങൾ മേടിച്ചിരിക്കുന്നത്. നമുക്ക് അല്ലാതെ വേണമെങ്കിൽ പൊട്ടറ്റോ കട്ട് ചെയ്ത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. കുറച്ച് മാത്രമേ ഇടുന്നുള്ളേ, തൽക്കാലം കാണിക്കാൻ വേണ്ടി. ഇത്ര എടുക്കുന്നുള്ളൂ കേട്ടോ. ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം. നമ്മൾ നേരത്തെ ചെയ്ത പോലെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇതൊരു 190 ഞാൻ സെറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ ഫ്രഞ്ച് ഫ്രൈസൊക്കെ നമ്മൾ സാധാരണ വാങ്ങുമ്പോൾ ആ പാക്കറ്റിൻ്റെ പുറത്ത് തന്നെ ഉണ്ടാവും എയർ ഫ്രയറിലാണെങ്കിൽ എത്ര സമയം ഹീറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതൊരു 13 മുതൽ 15 മിനിറ്റ് വരെ അവർ പറയുന്നത്. അപ്പോൾ നമുക്ക് ടൈം സെറ്റ് ചെയ്ത് കൊടുക്കാം. ക്ലോക്കിൽ ടച്ച് ചെയ്യുക. ഇത് 20ലാണ് കിടക്കുന്നത്. ഒരു 15ലാക്കി വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമ്മളൊന്ന് പ്ലേ ബട്ടൺ കൊടുക്കണം. ആയിക്കോളും. ഇത് നോക്കിയാൽ നമുക്ക് ഫുഡ് കാണാൻ പറ്റും അകത്ത്. ആ ട്രേ ഇല്ലെങ്കിൽ കൃത്യമായിട്ട് തന്നെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതൊരു 15 മിനിറ്റ്. ഞാൻ പറഞ്ഞു നിങ്ങൾ ഈ റാപ്പിഡ് എയർ ടെക്നോളജി ഇല്ലാത്താണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു 7 മിനിറ്റ്സ് കഴിയുമ്പോൾ ഒന്ന് ഇളക്കി മറിച്ച് കൊടുക്കണം കേട്ടോ. എന്തായാലും ഇപ്പോൾ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് 15 മിനിറ്റ് കഴിഞ്ഞ് കാണാം. അപ്പോൾ ഇത് കുക്കാവുന്ന സമയം കൊണ്ട് 1-2 കാര്യങ്ങളോട് പറയാം. ഈ ഞാൻ പറഞ്ഞ നേരത്തെ എയർ ഫ്രയർ പല സൈസിലും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പല റേറ്റിലും അവൈലബിൾ ആട്ടോ. ഒരു 2500 രൂപ മുതൽ മേലോട്ട് അവൈലബിൾ ആണ്. ശരിക്കും ഇതൊരു ബ്രാൻഡ് പ്രൊമോഷൻ അല്ല. ഞങ്ങൾ വാങ്ങിയിരിക്കുന്ന ഫിലിപ്സിൻ്റെ ഒരു ബ്രാൻഡാണ് വിത്ത് റാപ്പിഡ് എയർ ടെക്നോളജി. ഇത് 6.2 ലിറ്റേഴ്സിൻ്റെ ആണ്. ഇത് ഞങ്ങൾ വാങ്ങുമ്പോൾ 9500 9500 രൂപയായത് കേട്ടോ. അപ്പോൾ ടെക്നോളജി മാറുന്നതനുസരിച്ച് റേറ്റ് കുറേ വ്യത്യാസം വരും. എന്തായാലും ഇതുപോലെ 1-2 ബ്രാൻഡ്സിൻ്റെ ലിങ്ക് ഞാനൊന്ന് കൊടുത്തിരിക്കാം. ആവശ്യമുള്ളവർ സെർച്ച് ചെയ്ത് നോക്കിയിട്ടൊന്ന് വാങ്ങിക്കോളൂ കേട്ടോ. 15 മിനിറ്റായി ഓഫ് ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് എടുത്ത് നോക്കാം എന്താ അവസ്ഥയെന്ന്. യെസ്, നല്ല ചൂടുണ്ടാവും കേട്ടോ. ശരിക്കും നല്ല ക്രിസ്പി ആയിട്ടുണ്ട് കണ്ടോ. ഇതിൽ അല്പം പോലും എണ്ണ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. ഇതിൽ എണ്ണ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു ഗ്ലേസിങ്ങും ഒരു അട്രാക്ഷനൊക്കെ ഉണ്ടാവും കണ്ടു കഴിഞ്ഞാൽ. എന്തായാലും ദിസ് ഈസ് വെരി ഗുഡ് അല്ലേ. ഇത് കണ്ടോ, നന്നായിട്ട് തന്നെ കുക്കായിട്ടുണ്ട്. അത് കഴിച്ചു നോക്കട്ടെ കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇനിയും 1-2 ഐറ്റംസ് ഞാൻ അപ്ലോഡ് ചെയ്യാം എയർ ഫ്രയറിൽ കുക്ക് ചെയ്യുന്നതിനെ കുറിച്ച്. ഈ ഒരു വീഡിയോ എയർ ഫ്രയറിൻ്റെ അഡ്വാൻറ്റേജസും അതിൻ്റെ വർക്കിങ്ങും കുറിച്ചുള്ള വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. സോ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ഫ്രം സജീസ് ഇന്നോവേഷൻസ്.